അടുത്തൊരു വാർത്തയിലേക്ക്. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ CBIക്ക് വിട്ട് സർക്കാർ ഉത്തരവ്. ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസാണ് CBIക്ക് വിട്ടത്. ഈ കേസിലെ പ്രോസിക്യൂട്ടറെ സ്വാധീനിച്ചെന്നുള്ള ഹൈറിച്ച് സംഘത്തിന്റെ ഓഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഷഫീദ് റാവുത്തർ ഒരു ചേരുന്നു. ഷഫീദ്, പ്രോസിക്യൂട്ടറെ 5 കോടി കൊടുത്തു എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അതടക്കം അന്വേഷണ പരിധിയിലേക്ക് വരുന്നുണ്ടോ? ഇതിന്റെ കേസിന്റെ അട്ടിമറി നീക്കങ്ങൾ അടക്കം അന്വേഷണ പരിധിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാമോ ഷഫീദ്? ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട അട്ടിമറി ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ അത് സജീവമായി ഇപ്പോൾ ചർച്ചയാകുന്നതിനിടെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അട്ടിമറിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങളുടെ ഗൂഢനീക്കം അത് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി കേസുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഗ്രൂപ്പ് അംഗത്തിന്റെ ശബ്ദരേഖയായിരുന്നു പുറത്തു വന്നത്. ഇതടക്കം ചർച്ചയാകുന്നതിനിടെയാണ് ഇപ്പോൾ ഈ കേസ് CBIക്ക് വിട്ടുള്ള സർക്കാർ ഉത്തരവും പുറത്തു വരുന്നത്. ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസാണ് CBIക്ക് വിടുന്നത്. സർക്കാർ നടപടികൾ അതീവ രഹസ്യമായി പുരോഗമിക്കുകയാണ്. പെർഫോമ റിപ്പോർട്ട് അടക്കം നേരിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി എക്കണോമിക് ഒഫൻസ് വിംഗിലെ DYSPയെ നിയോഗിച്ചു. അടിയന്തരമായി വിമാനമാർഗം രേഖകൾ ഡൽഹിയിൽ എത്തിക്കാനാണ് ഉത്തരവ്. ഉദ്യോഗസ്ഥനെ നിയോഗിച്ചുള്ള ഉത്തരവിറങ്ങിയത് ഈ മാസം 5-ന് എന്നുള്ളതും നിർണായകമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി മാറുന്നുണ്ട്. നിലവിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം അടക്കം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ ഹൈറിച്ച് ഉടമകൾ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി 3141 കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചു എന്നായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ അറിയിച്ച കാര്യം. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പിന്നെ ആദ്യഘട്ടത്തിൽ പോലീസും പിന്നാലെ EDയും ഈ പ്രതാപൻ, സീന എന്നിവരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷെ അതടക്കം അട്ടിമറിച്ചു എന്നുള്ള ആരോപണമാണ് പിന്നീട് ഉയർന്നത്. ഹഷ്മി, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരം. എന്ന് പറഞ്ഞാൽ 5 കോടി അടക്കം പിരിച്ച് പൈസ കൊടുത്തു. സത്യമാണോ എന്നറിയില്ല. ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതാണ്. അത് മാത്രമല്ല, കേസില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാനുള്ള ഏജന്റുമാർ പ്രവർത്തിക്കുന്നു. അപ്പോൾ പോലീസ് കേസ് ഇല്ലാതായാൽ സ്വാഭാവികം ED കേസ് ഇല്ലാതാക്കുമെന്നുള്ള കുരുട്ടുബുദ്ധിയിൽ കൂടിയാണ് നീക്കമെന്നൊക്കെ അറിയുന്നു. എന്തായാലും ആ കേസ് CBIയിലേക്ക് പോവുകയാണ്.